thing I learned here is new. നമ്മുടെ വൈശാഖ് സാറുടെ techniques or the way Midun has written or for example, the first day I went, I was a little scared because of the language. എനിക്ക് മലയാളം അറിയും, പക്ഷേ അവരുടെ മുമ്പ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇന്റിമിഡേറ്റ് ആയി, അവരുടെ എൻ്റെ ഡയലോഗ് ഫ്ലോ കുറച്ചും കൂടി മാറി. Then he said the same dialogue in his flow. The moment he said, I was like, why did I think in this way? Then, like, I was so comfortable because I knew that he's not judging me, and and the unfortunate thing was he didn't have dialogue. He had to look at me. That was much more scary. I feel like dialogue. He's just looking at me. I need to tell it. I'm like, okay. But the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the commercial space that bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way Sir performed, or Vaishak, how he ideated the scene and everything. That I think I really say it's a film school to me. But they paid me the fees, that's all. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായുടെ രണ്ടാമത്തെ സിനിമയാണ് ചെയ്തത്. ഈ കഥ പറയുമ്പോൾ മമ്മൂക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്നു കുറേ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ കഥ പറയുമ്പോൾ മമ്മൂക്ക എങ്ങനെയാണ് താങ്കളുടെ അടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം? ഞാൻ വൈശാഖും കൂടെ പൂനെയിൽ കണ്ണൂർ സ്പോണ്ട് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പുള്ളി അത് നോക്കിയടിച്ചു, അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഒരുപാട് ആക്ഷനുണ്ട്, ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട്. അപ്പോൾ അത് പുള്ളി അത് അപ്പം തന്നെ നോക്കി അടിച്ചതിൻ്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ ആയിരുന്നു. അത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെ, അത് മറ്റൊരു ചലഞ്ച്. നമ്മുടെ മാഷിനെ കണ്ടപ്പോൾ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷ് പറഞ്ഞൊരു ഡയലോഗാണ്. ഞാൻ ചോദിക്കുകയാണ്, മമ്മൂക്ക വീണ് കിടന്നു നമ്മൾ സ്ട്രൈക്കിൽ കാണില്ലോ, വീണ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ഡൂപ്പിട്ട് ചെയ്യാമെന്ന് മമ്മൂക്ക അറിയാം. വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന്. 95% മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശതമാന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിട്ടു. മമ്മൂക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അതാണ് മമ്മൂക്ക ഫുൾ അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് സമ്മതിക്കില്ല അങ്ങനെ. വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല, നമ്മൾ തൻ്റെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരുപാട് വേറെ ഷോട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ സിനിമയുടെ എന്റർടൈൻമെന്റ് ആയി കാണും, അത് എൻജോയ് ചെയ്യും. നമുക്ക് ഫൈറ്റ് ചെയ്തതാണ്, ഫൈറ്റ് ചെയ്തിരിക്കാം. മമ്മൂക്കയെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കാം. നോർമലി റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടേക്കുന്നത്. അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും? സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അതെ, ചേച്ചി അതെ ചേച്ചി പറഞ്ഞു. അതെ, റോഷാക്കിലെ വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റാണ്. പക്ഷെ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. ചേച്ചി ഇപ്പൊ സായി ചേട്ടൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനെ, ഏടാ ഇങ്ങ് വാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ടല്ലോ രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അത് ധർമ്മം മാത്രമല്ല, അതെ അതെ. ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ മുമ്പാണുള്ളത്. ഇതെനിക്ക് സെക്കൻഡ് ടൈമാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞതൊക്കെ ഞാനും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടെർബോ. അപ്പോ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനെയൊക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളുമൊക്കെ നിങ്ങളെ വിശ്വസിച്ച് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല. ഇത് ശരിയാക്കണേ. എങ്ങനെ ടെർബോ ജോസിന്റെ ലുക്കിലേക്ക് എത്തി? ഹെയർ കട്ടാണ് ഉദ്ദേശിച്ചത്.
ആരും ഒന്നും പറഞ്ഞില്ല. അത് ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചത്. അത് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടതെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അതിനുമുമ്പ് ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയിലൊക്കെ ഒന്ന് പടന്ന് നോക്കിയതാണ്. അപ്പോൾ തിരക്കേടില്ലാന്ന് ഞാൻ ഇവർ പറഞ്ഞു, അങ്ങനെ ഒത്തതാണ്. അല്ലാണ്ട് അതിന് വേണ്ടി ഒരു പരിപാടി ഉണ്ടാക്കി അല്ലേ. പൂർവ്വം ചെയ്തിട്ടെന്ന് ചോദിച്ചുകൊണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിഞ്ഞാൽ വളരെ കുറേ സമയം എടുക്കുമല്ലേ. അതിന് മുമ്പ് പടം തുടങ്ങണം. പിന്നെ ആ മുടി വെച്ച് അങ്ങ് അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ടും കൊണ്ടൊക്കെ ഉള്ളൂ. പിന്നെ അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? സന്തോഷം. ആഗ്രഹം നിറവേറ്റുമ്പോൾ തോന്നുന്നു സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസ് മീറ്റിനിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയുന്നത് ചേട്ടാ? ഓക്കെ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ടർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു, ആ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് പടം കാണേണ്ടി വരും. അതുപോലെ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടി എന്തെങ്കിലുമൊക്കെ വഴക്കം വെച്ചാൽ അങ്ങനത്തെ ഒരു അടികാരനാണ്. അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നുമല്ല. നാട്ടിൻപുറത്തൊരു ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെ ഈ ഹൈ റേഞ്ചസിൽ കൊണ്ടുവന്ന് ഭയങ്കര അവിടെ ചില ഡ്രിഫ്റ്റിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല. ഈ പുള്ളി ഇയാളേക്കാളും 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും സ്ഥിതി. അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത്. അതിനകത്തുള്ള അടിയെ നടക്കൂല. നിസ്സാമെന്നുള്ള ഞാൻ പറഞ്ഞു, നമ്മളെങ്ങാനും സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലുമൊക്കെ പെട്ടാൽ ഇടികൊണ്ട് പൊന്തലായി. പക്ഷെ ജോസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള നമ്മുടെ സമാധാനം. അതിനൊരു സർവൈവൽ സ്വഭാവമുണ്ട് സിനിമയ്ക്ക്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിന്റെ അടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മൂക്ക കേട്ടിരുന്നോ? മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറുടെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്, തരികയും ചെയ്യും. അതിൽ പിടിച്ചു മേടിക്കും. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിട്ടുവീഴ്ച ചെയ്യുമോ? വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലേ ഉണ്ടാവും. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അതെ. വിട്ടുവീഴ്ച ചെയ്താൽ അവർ അത് ശീലമാക്കും. പിന്നെ തരാതെ പറ്റിക്കാം, അത് നമുക്ക് ഉണ്ടാവും. ഇതൊരു റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ ആണോ? ആ സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കാണാം നിങ്ങൾക്ക്. സ്കാമുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാളുടെ ഒരു കുഞ്ഞ് ഒരു ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിന്റെ ഒരു പീസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് പാൻ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പല സ്റ്റേറ്റ്മെന്റ്സും പല സെലിബ്രിറ്റീസും പറയുന്നുണ്ട്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ നോക്കി കാണാം മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസും കാര്യങ്ങളൊക്കെ? I think the first question I asked him when I met him was the same thing, because I'm a director who acts, and I'm very scared when I act in other script, because it's not only about selecting the script, it's also about selecting the team, and selecting the team which actually is very passionate when we go on ground. Some people might write it very well, but they may not execute very well. Some might execute very well, they may not promote very well. So these are the stages that cinema has. So how do you select the script is the question that I had. And he said one beautiful thing, that is like, art is risky. I think that's the beauty of art. The moment we want to make it risk-free, then the whole fun is gone. So whenever he chooses a director or a script, he always chooses the risk, and in spite of it he goes. I think that is something like the whole industry, the Indian industry or the world need to observe and learn. അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് സംഗതി എന്നൊരു സ്റ്റാർഡം വേണ്ട, ഇമേജ് വേണ്ട എന്നൊരു തോട്ടാണ്. I think we need to learn it. It's not easy to have, everybody is insecure, especially artists. To have no insecurities when you select script and for example, the moment somebody 1,000 people clap, you want 2,000 people to clap. Then you don't make films which are personal to 50 people. But that is not the case with Mammootty sir. He makes a film which might be
completely personal like Kadal, and also a thriller and horror thriller like Brahmayugam, and then he comes with a turbo. I don't know how. Maybe he need to explain, but it's beautiful to see and wonder. ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പത്രസമ്മേളനം നമുക്ക് ലാസ്റ്റ് ചോദ്യം. നമുക്ക് ഒരു ചോദ്യം. ഇപ്പോൾ RJ ബാലാജി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ഡയറക്ടർ ഈ അടുത്ത് പറഞ്ഞിരുന്നു, മറ്റൊരു ആക്ടർ അവിടുത്തെ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുമ്പോൾ നരയിടാൻ വരെ അവർ കുറേ നേരം ഡിസ്കസ് ചെയ്യേണ്ട വന്നു. നരയിട്ടാൽ എങ്ങനെയായിരിക്കും, ഇമേജിനെ ബാധിക്കും. മമ്മൂക്ക എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല, സിനിമയുടെ സൗകര്യത്തിനാണ് നിന്നിട്ടുള്ളത്. അത് ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട്, അതിന്റെ പേരിന്റെ കാര്യം നേരത്തെ പറഞ്ഞ ലവ്, സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമയെ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാവും, എൻ്റെ ശ്വാസം നിന്ന് പോകും. താങ്ക് യു.